ലോകത്തുള്ള ദരിദ്രരെ പണക്കാരനാകാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ലോകത്ത് ധനികരേക്കാൾ ദരിദ്രരാണ് കൂടുതലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ ദരിദ്രരെ ധനികരാകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന 5 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും പണത്തെക്കുറിച്ച് പഠിക്കുകയും സാമ്പത്തികമായി സാക്ഷരത നേടുകയും വേണം. അത് നേടിയവർക്കും പണമുണ്ടാക്കാൻ പല തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നു. അതിനുള്ള കാരണം കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആസ്തിയും ബാധ്യതയും എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. കാരണം ഇതറിയാതെ പണക്കാരനാകാൻ കഴിയില്ല. പണക്കാരനാകാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണ് ഇത്. ഇവയെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ചെറിയൊരു വിശദീകരണം അതറിയാത്തവർക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കിയിരിക്കാൻ പറയാം. അതായത് ആസ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണമുണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. ആസ്തികൾക്കുള്ള ചില ഉദാഹരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത നിങ്ങളുടെ സ്വന്തം ബിസിനസ്. അത് നടത്തുന്നതും കൈകാര്യം ചെയ്യുന്നതും മറ്റുള്ളവരായിരിക്കും. അതുപോലെ ഓഹരികൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വരുമാനം തരുന്ന റിയൽ എസ്റ്റേറ്റുകൾ, അതുപോലെ വളരെ മൂല്യമുള്ള വരുമാനം ഉണ്ടാക്കി തരുന്ന നല്ല വിലയുള്ള എപ്പോഴും വിപണിയുള്ള മറ്റെന്തും. എന്നാൽ ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം കൊണ്ടുപോകുന്നവയാണ്. ഇവ നിങ്ങളുടെ പണത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ വാങ്ങുന്ന കാറുമായി ഉണ്ടാകുന്ന ഒരു ലോൺ നിങ്ങളുടെ ബാധ്യതയായി മാറുന്നു. അതുപോലെ ആഡംബര സാധനങ്ങൾ വാങ്ങുന്നത്, മാത്രമല്ല വീട് മോടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടുന്നവയാണ് ബാധ്യതകൾ. ആസ്തിയും ബാധ്യതയും പണക്കാരും ദരിദ്രരും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ആസ്തി, ബാധ്യത എന്നീ 2 കാര്യങ്ങൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കിയിരിക്കണം. കൂടെ പണക്കാരനാകാൻ ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം ആസ്തികൾ വാങ്ങിക്കൂട്ടുകയാണ് വേണ്ടതെന്നും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ടും പണം ഉണ്ടാക്കാനും ആസ്തി പട്ടിക വർദ്ധിപ്പിക്കാനും കഴിയാത്തതിനുള്ള 5 കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജാപ്പനീസ് അമേരിക്കക്കാരനായ റോബർട്ട് കിയോസാക്കി രചിച്ച ലോകത്ത് പണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും മികച്ച ഒരു പുസ്തകമായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന 5 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം ഇതാണ്: നിങ്ങളിലുള്ള ഭയം. നിങ്ങൾ പണക്കാരനാകാത്തതിന്, ആസ്തികൾ വാങ്ങാത്തതിനുള്ള ഒരു കാരണം നിങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഈ ഭയത്തെ നിങ്ങൾ പരാജയപ്പെടുത്തുകയും അതിജീവിക്കുകയും ചെയ്യുക. കയ്യിലുള്ള പണം നഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ആരെയും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. കിയോസാക്കി പറയുന്നത് പണം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ധനികരെ ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നും, എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ധാരാളം ദരിദ്രരെ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നുമാണ്. പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എല്ലാവരിലുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ധനികരിലും അതുണ്ട്. എന്നാൽ ഈ ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇവ കൈകാര്യം ചെയ്യുന്നതിലാണ് ദരിദ്രരും ധനികരും തമ്മിൽ വ്യത്യസ്തരാകുന്നതും. നിങ്ങൾ റിസ്കിനെയും അതുവഴി ഉണ്ടാകുന്ന നഷ്ടത്തിലും ദുഃഖിക്കുകയും ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അത് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഒഴിവാക്കുക. അതിന് 2 വഴികളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഒന്ന്, റിസ്ക് ഒഴിവാക്കി നിങ്ങൾക്ക് പണമുണ്ടാക്കാം. അതിന് നിങ്ങൾ നേരത്തെ തുടങ്ങേണ്ടി വരും. 25 വയസ്സൊക്കെയാണെങ്കിൽ ആസ്തികൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് പറയുന്നത്. നിങ്ങൾ നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു സാമ്പത്തിക ആസൂത്രകന്റെ സഹായം തേടിയിട്ട് ചെയ്യുക. ഒരു കാര്യം ഓർക്കേണ്ടത്, സുരക്ഷിതമാണെങ്കിലും റിസ്ക് ഇതിലുമുണ്ട്. രണ്ടാമത്തേതിനേക്കാൾ അപേക്ഷിച്ച് കുറവായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി ഇത് വിജയിക്കാനുള്ള മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. വിജയിക്കാനുള്ള മത്സരം എന്ന കെണിയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി റിട്ടയർമെന്റിന് അധികം സമയമില്ല എങ്കിലും നേരത്തെ റിട്ടയർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ഈ വഴി പരീക്ഷിക്കുക. അവർക്ക് കൂടി സമ്പന്നനാകാൻ പറ്റിയ മാർഗമാണ് ഇത്. ഇവർ റിസ്കിനെയോ പണം നഷ്ടപ്പെടുന്നതിനെയോ കുറിച്ച് ഭയക്കരുത്. ഇവിടെ പണം നഷ്ടപ്പെടുന്നതിലുള്ള ഭയം കൈകാര്യം ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുകയും നിങ്ങളുടെ നിക്ഷേപ മാർഗത്തിൽ മികച്ച സ്കിൽ നേടുകയും ചെയ്യുക എന്നതാണ്. ഇവർ ഒറ്റ കാര്യത്തിലാകും ഫോക്കസ് ചെയ്യുക. പല കാര്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കില്ല. തോമസ് എഡിസൺ, ബിൽ ഗേറ്റ്സ്, ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയവരെല്ലാം ഇങ്ങനെ ചെയ്തവരാണ്. ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളും ഇതുപോലെ വളരെ കുറച്ച് മാർഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിക്ഷേപിക്കുക. കിയോസാക്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്തരക്കാരനാകണമെങ്കിൽ ടെക്സാസുകാരെ കുറിച്ച് പഠിക്കുക എന്ന്. ഇവർ വലിയ കളികൾ കളിക്കുന്നവരാണ്. വിജയിക്കുമ്പോൾ വലിയ ആഘോഷം നടത്തും. അതിൽ അഭിമാനം കൊള്ളും. പരാജയപ്പെടുമ്പോൾ വലിയ പരാജയമായിരിക്കും ഉണ്ടാവുക. അവർ അതിൽ പൊങ്ങച്ചം പറയും. നഷ്ടത്തിന് ശേഷമാണ് വിജയം ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. കീഴടങ്ങുന്നതിന് പകരം നേടിയെടുക്കുന്നതിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കും ഇക്കൂട്ടർ. നമ്മളിൽ പലർക്കും ധനികനാകുന്നതിലുള്ള സന്തോഷത്തേക്കാൾ കൂടുതലാണ് പണം നഷ്ടപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം. അതുകൊണ്ടാണ് മിക്കവർക്കും സാമ്പത്തികമായി വിജയിക്കാൻ കഴിയാത്തത്. ടെക്സാസിൽ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്: എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമാണ്, പക്ഷേ ആർക്കും
മരിക്കാൻ ആഗ്രഹമില്ല. അതുപോലെ ധനികരാകുന്നത് പലരും സ്വപ്നം കാണും, പണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും സ്വർഗവും പണവും ലഭിക്കുകയുമില്ല. ടെക്സാസുകാർ അവരുടെ പരാജയങ്ങളെ മൂടി വയ്ക്കുന്നില്ല, അവർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. പരാജയം അവരെ വിജയികളായി തീരാൻ പ്രേരിപ്പിക്കുന്നു. ഈ സൂത്രവാക്യം അവരുടെ മാത്രമല്ല, എല്ലാ വിജയികളുടെയും സൂത്രവാക്യമാണിത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും പഠിക്കുന്നത് വീഴുമ്പോൾ തന്നെയാണ്. നമ്മൾ നടത്തം പഠിച്ചത് ഓർക്കുക, ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ഓർക്കുക, ഇവിടെയെല്ലാം വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, ശേഷമാണ് പഠിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പണം സമ്പാദിക്കുന്നതിലും. പക്ഷേ ഇവിടെ പലരും വീണ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയും നിങ്ങൾ മറ്റുള്ള കാര്യത്തിൽ ചെയ്യുന്ന പോലെ പോരായ്മകൾ പരിഹരിച്ച് വിജയിക്കും വരെ പോരാടുക. ഒരു കാര്യം ഓർക്കുക, വിജയികളെ പരാജയം പ്രചോദിപ്പിക്കുമ്പോൾ പരാജിതരെ പരാജയങ്ങൾ തോൽപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിജയികളായി മാറുക. അപ്പോൾ നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങൾക്ക് പ്രചോദനമായി തീരും. നമ്മളിവിടെ 2 വഴികൾ പറഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. പരാജയങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന്. പരാജയം നിങ്ങളെ തളർത്തുകയും ദുർബലനാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷിതമായി നിങ്ങളുടെ ജോലി തുടരുക. എന്നിട്ട് സാമ്പത്തിക ആസൂത്രകന്റെ സഹായത്തോടെ കഴിയുന്ന ആസ്തികളിൽ നിക്ഷേപിക്കുക. ഉദാഹരണത്തിന് ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയൊക്കെ വാങ്ങാം. പരാജയങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയും ശ്രമിച്ചു നോക്കാം. കുറച്ച് കഴിവ് വേണ്ട കളിയാണ് ഇത്. ഭയമുണ്ടാകരുത്, ക്ഷമ വേണം, പരാജയങ്ങളോട് മഹത്തായ ഒരു സമീപനം കൂടെ വേണം. ഇനി സമ്പന്നനാകുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന 2ാമത്തെ കാര്യം നോക്കാം. അത് ദോഷം മാത്രം കാണുന്ന സ്വഭാവമാണ്. എന്തിൻ്റെയും ദോഷം കാണുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുകയും അതിജീവിക്കുകയും ചെയ്യുക. നെഗറ്റീവ്സ് മാത്രം കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇത് നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്നത് കൊണ്ട്. മിക്കവാറും സുഹൃത്തുക്കൾ, കുടുംബം, സഹപ്രവർത്തകർ, മാധ്യമങ്ങൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു. അതായത് എനിക്ക് വേണ്ടത്ര കഴിവില്ല, ഞാൻ സമർത്ഥനല്ല, മറ്റുള്ളവർ എന്നേക്കാളും മിടുക്കരാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ. അതുപോലെ തന്നെ ഞാൻ നിക്ഷേപിച്ച ഉടനെ സമ്പത്ത് വ്യവസ്ഥ തകർന്നാൽ എന്തു ചെയ്യും, ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്താകും എന്നിങ്ങനെയൊക്കെ നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ചിന്തകൾ. മറ്റൊന്ന് പുറത്തു നിന്നുമുള്ള നെഗറ്റീവ് ചിന്തകൾ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കരുതുന്നത്? ഇതൊരു നല്ല ആശയമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റാരും ഇത് നേരത്തെ ചെയ്തില്ല, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ ആയിട്ടാകും അവർ വരിക. ഇങ്ങനെ സംശയം കലർന്ന വാക്കുകൾ കൂടെയാകുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പലർക്കും ഉറങ്ങാനോ മുന്നോട്ട് നീങ്ങാനോ കഴിയില്ല. അങ്ങനെ അവസരങ്ങൾ നമ്മെ കടന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ എന്തിനേയും പ്രതികൂലമായി കാണുന്നവർ ഒരിക്കലും വിജയിക്കില്ല. ഭയവും സംശയവുമാണ് ഇത്തരക്കാരെ ഉണ്ടാക്കുന്നത്. അവർ വിമർശിക്കും, എന്നാൽ വിജയികൾ വിശകലനം ചെയ്യും. വിമർശനം മനുഷ്യരെ അന്ധരാക്കുന്നു, എന്നാൽ വിശകലനം കണ്ണു തുറപ്പിക്കുന്നു. പണം ഉണ്ടാക്കാൻ കഴിയുന്ന പല നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ അതിനെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിച്ച് ഒഴിഞ്ഞു മാറും. അത് വിശകലനം ചെയ്യാൻ തയ്യാറാവില്ല. എന്നാൽ ഈ അവസരങ്ങളെ വിശകലനം ചെയ്യുന്നത് വഴി വിജയികൾ തിരിച്ചറിയുന്നു, എന്നിട്ട് അവർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്തിൻ്റെയും ദോഷം കാണുന്നതിന് പകരം അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കി എന്നിട്ട് തീരുമാനത്തിലെത്തി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് മുന്നിലെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. 3ാമത്തെ കാരണം മടിയാണ്. വളരെ തിരക്ക് പിടിച്ച ആളുകളായിരിക്കും കൂടുതൽ മടിയന്മാരും. എപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറും. അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു കാരണത്തിനാണ് അവർ തിരക്ക് കാണിച്ച് നടക്കുന്നതും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ എനിക്കതിന് കഴിയില്ല, ഞാനിന്ന് ക്ഷീണിതനാണെന്നൊക്കെ പറഞ്ഞ് മടിയന്മാർ ഒഴിഞ്ഞു മാറും. കുറച്ച് അത്യാഗ്രഹം ഉണ്ടാവുക എന്നതാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു മാർഗം. എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കെങ്ങനെ അത് കഴിയുമെന്ന് ചിന്തിക്കുക. അത് നമ്മുടെ തലച്ചോറിനെ ഉണർത്തും. ചിന്തിക്കാനും പുതിയ ഉത്തരങ്ങളെ കണ്ടെത്താനും അത് പ്രേരിപ്പിക്കും. അത് സാധ്യതകളെ തുറന്ന് നിങ്ങളിൽ ആവേശവും ആഗ്രഹവും ഉണ്ടാക്കും. കഴിയില്ലെന്ന് പറയുന്നത് വഴി നിങ്ങളുടെ ചിന്തകളുടെ പ്രവൃത്തി നിൽക്കും. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊന്നും ഉണ്ടാകില്ല. അത്യാഗ്രഹത്തെ പൊതുവെ എല്ലാ ആളുകളും എതിർക്കുന്ന കാര്യമാണ്. എന്നാൽ അല്പം അത്യാഗ്രഹം നമ്മളിൽ വേണം. ഞാൻ ആരോഗ്യവാനും സമ്പന്നനുമാണെങ്കിൽ അതെനിക്ക് എന്ത് നൽകും? എനിക്ക് ആവശ്യമായ പണമെല്ലാം ലഭിച്ചാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെ സ്വയം ചോദിക്കുക. ഇത്തരം ചെറിയ ആഗ്രഹങ്ങളില്ലെങ്കിൽ വളരാനുള്ള ആഗ്രഹം ഉണ്ടാകില്ല. നമ്മളെല്ലാം മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ചതുകൊണ്ടാണ് ലോകം അഭിവൃദ്ധിപ്പെടുന്നത്. നമ്മൾ മികച്ചത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അല്പം അത്യാഗ്രഹം മടിക്കുള്ള മികച്ച പരിഹാരമാണ്. എന്നാൽ എന്തും അധികമായ ലാഭത്ത് എന്നതുപോലെ അമിതമായ അത്യാഗ്രഹവും നല്ലതല്ല എന്നുകൂടി ഓർക്കുക. 4ാമത്തെ കാരണം ശീലങ്ങളാണ്. നമ്മുടെ ജീവിതം നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാൾ നമ്മുടെ ശീലങ്ങളുടെ പ്രതിഫലനമാണ്. ജീവിതത്തിൽ നല്ല ശീലങ്ങൾ കൊണ്ടുവരിക, ജീവിതത്തെ നശിപ്പിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക. ഇവിടെ പണമുണ്ടാക്കാൻ കഴിയാത്ത ദരിദ്രരും പണമുണ്ടാക്കുന്ന ധനികരും തമ്മിലുള്ള ഒരു വ്യത്യാസം കിയോസാക്കി പറഞ്ഞു തരുന്നുണ്ട്. അതായത് ദരിദ്രർ ചെയ്യുക
ചെയ്യുക, അടച്ചു വീട്ടാനുള്ള ബില്ലുകളും മറ്റു കാര്യങ്ങളും ആദ്യം തന്നെ അടച്ചു തീർക്കുന്നു. അവർക്ക് വേണ്ടി ഒന്നും കരുതാതെ, എന്നിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ധനികർ ചെയ്യുന്നത് അടക്കാനുള്ള ബില്ലുകൾ അവസാനത്തേക്ക് മാറ്റിവെക്കും. എന്ന് വെച്ചാൽ അടക്കാതിരിക്കുകയല്ല ചെയ്യുക, അവർക്ക് വേണ്ട പണം മാറ്റിവെച്ചതിന് ശേഷമാണ് ബില്ലുകൾ അടക്കുക. ബില്ലുകൾ അടക്കാൻ വേണ്ടി അടവുകാർ ഇവരുടെ പിറകെ കൂടുകയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് പോസിറ്റീവായി എടുത്തുകൊണ്ട് കൂടുതൽ പണം വേഗത്തിൽ ഉണ്ടാക്കാൻ ധനികരെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, കിട്ടിയ പണമെല്ലാം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ബില്ലുകൾ അടക്കാൻ സാധിക്കാത്ത കുറെ ആളുകളും ഉണ്ടായിരിക്കും. അവർ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നു എന്ന്. എന്നാൽ നിങ്ങൾ പണം ചിലവഴിക്കുന്നുണ്ടാവുക കൂടുതലും അനാവശ്യ കാര്യങ്ങളിലാകും. ധനികർ അവർക്ക് വേണ്ടി ആദ്യം പണം മാറ്റിവെക്കുന്നത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അവരുടെ നിക്ഷേപങ്ങളിലാണ്. ഈ ഒരു വ്യത്യാസവും ദരിദ്രരും ധനികരും തമ്മിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനാവശ്യ ശീലങ്ങൾ മാറ്റുക. നമ്മൾ ചർച്ച ചെയ്യുന്ന പണം സമ്പാദിക്കാനും ആസ്തികളിൽ നിക്ഷേപിക്കാനും കഴിയാത്തതിനുള്ള അവസാനത്തെയും അഞ്ചാമത്തെയും കാരണം ഇതാണ്: അഹങ്കാരം. അഹങ്കാരം അഹംബോധത്തിന്റെയും അറിവില്ലായ്മയുടെയും ആകെത്തുകയാണ്. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പണമുണ്ടാക്കി തരുന്നു. അറിവില്ലെങ്കിൽ അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുമെന്നും ഓർക്കുക. അഹങ്കാരമുള്ളപ്പോൾ തനിക്ക് പണം നഷ്ടപ്പെട്ടതായി കിയോസാക്കി തന്നെ പറയുന്നുണ്ട്. ഇതിന് കാരണം അഹങ്കാരമുള്ളപ്പോൾ തനിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും സുപ്രധാനമുള്ളതല്ല എന്ന് നമ്മൾ ശക്തമായി വിശ്വസിക്കുന്നു എന്നതാണ്. പല ആളുകളും അവരുടെ അറിവില്ലായ്മയെ മൂടിവെക്കാൻ അഹങ്കാരം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ അവർക്കറിയില്ല എങ്കിലും അറിയാവുന്നവരെ പോലെ വീമ്പിളക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വിഷയത്തിൽ നിങ്ങൾ അജ്ഞനാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുമ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക. അതിന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏത് മികച്ച വഴിയും തേടാം. വിദഗ്ധന്റെ സഹായം തേടാം, ബുക്കുകൾ വായിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. എന്നിട്ട് വളരാൻ ശ്രമിക്കുക. വിജയിക്കാനുള്ള മത്സരമെന്ന കെണിയിൽ നിന്ന് പുറത്തു കടക്കുക. സമ്പന്നനാവുക. സുഖകരമായ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ജീവിതം നയിക്കുക. മറ്റൊരു സെൽഫ് ഹെൽപ്പ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.